ഇറച്ചിയും മീനും ഒന്നും ഇല്ലെങ്കിലും ഇതുപോലെ ഒരൊറ്റ വഴുതനങ്ങ മതിട്ടോ നമുക്കൊരു പ്ലേറ്റ് ചോറിനാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതുണ്ടെങ്കിൽ നമുക്ക് കറി പോലും വേണ്ട. അപ്പൊ അത് നല്ലതാ വഴുതനങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഇതുപോലെ വട്ടത്തിലൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. നല്ല കനം കുറച്ചിട്ട് വേണം കേട്ടോ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഞാൻ ഒരു വഴുതനങ്ങ എടുത്തിട്ടുള്ളൂ. ഒരു വഴുതനങ്ങ എടുത്താൽ തന്നെ നമുക്ക് ഇത്രയും പീസുകൾ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ അതാ ഇത്രയും പീസാണ് നമ്മൾ ആ ഒരു വഴുതനങ്ങ, ചെറിയ വഴുതനങ്ങ ആയിരുന്നു അത് മുറിച്ചെടുത്തപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതാ ഒരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകത്തിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു കുഴമ്പ് രൂപത്തിൽ ആവാനുള്ള വെളിച്ചെണ്ണ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങയുടെ പീസുകൾ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ ഇത് ശരിക്കാവില്ല കേട്ടോ. മസാല ഇതിൽ നന്നായിട്ട് ഓരോ പീസും എടുത്തിട്ട് തേച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ മസാല ഒട്ടും തന്നെ ഇതിൽ നിന്ന് പോവില്ല കേട്ടോ. തേച്ച് പിടിപ്പിച്ചാൽ മാത്രമേ ഉള്ളൂ നന്നായിട്ട് ഇതിൽ മസാല നിൽക്കുള്ളൂ. മസാല നിന്ന് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പോകില്ല കേട്ടോ. അതാണ് ഈ ഒരു വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ള മസാലയുടെ പ്രത്യേകത. അപ്പൊ ഇതുപോലെ നന്നായിട്ട് എല്ലാ പീസിലും മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അങ്ങനെ നമ്മൾ വഴുതനങ്ങയുടെ പീസുകളെല്ലാം മസാല തേച്ച് വെച്ചിട്ട് ഇപ്പൊ അരമണിക്കൂറായിട്ടുണ്ട്. ഇനി ഇതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു നാടൻ ടേസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മൾ വഴുതനങ്ങയുടെ ഓരോ പീസും ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. ഈ ഒരു സമയത്ത് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഈ ഒരു മസാലയൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. പിന്നെ ഇത് പെട്ടെന്ന് കുക്ക് ആവുകയും ചെയ്യും കേട്ടോ. അപ്പൊ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി എണ്ണ ചൂടായി കഴിഞ്ഞാല്. ഇപ്പൊ ഒരു സൈഡ് റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പൊ മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് തന്നെ പിടിച്ചു നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ചോറിലേക്ക് നമുക്ക് കറികളൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു മസാല മതി കേട്ടോ. ഇത് ചോറ് കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരുപാട് പേർക്ക് നമുക്ക് ഒരു വഴുതനങ്ങ വെച്ചിട്ട് തന്നെ ഇത് സെർവ് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ മീനൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പൊ നിങ്ങൾ അതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പൊ ഒരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.